ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകാൻ കേരളം. പ്രഖ്യാപനം നാളെ വൈകിട്ട് മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ. പ്രതിഷേധവുമായി ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവർ. മിനിമം കൂലി ആവശ്യം അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശമാർ. സമരത്തിന്റെ രൂപം മാറ്റി ഗ്രാമീണ തലത്തിൽ ക്യാമ്പയിൻ നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ ഹാജരാക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്തയാഴ്ച സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കും. നരേഷ്, ഗോവർദ്ധൻ എന്നിവരെയും ചോദ്യം ചെയ്യും. ബീഹാർ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക്. NDAയുടെ പ്രകടന പത്രിക ഇന്ന്. സ്ത്രീ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. പ്രചാരണത്തിനിടെ വെടിവെപ്പിൽ പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ JDUവിനെതിരെ ആരോപണവുമായി ജൻസൂരജ് പാർട്ടി. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് തുറക്കുന്നത് കർശന ഉപാധികളോടെ. അടച്ചുപൂട്ടും വരെ സമരമെന്ന് നാട്ടുകാർ. വന്യമൃഗഭീതിയിൽ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖല. ആനയ്ക്കും പുലിക്കും പുറമെ കടുവയുടെ സാന്നിധ്യം കൂടി സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലായി പ്രദേശവാസികൾ. വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് കർഷകർ.